RJ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോളാണ് വലിയ വിവാദമായിരിക്കുന്നത്. ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനങ്ങൾക്ക് ആധാരം. സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം, എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. സംഭവം വിവാദമായതിന് പിന്നാലെ RJ അഞ്ജലി ക്ഷമ ചോദിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. മീശമാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല. ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത്. വിളിക്കുന്ന ആളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറില്ല. ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായ പരിശ്രമമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് അഞ്ജലി മാപ്പപേക്ഷയിൽ പറയുന്നു. പ്രാങ്ക് കോൾ വിവാദമായതിനു പിന്നാലെ ക്ഷമ ചോദിച്ച് RJ അഞ്ജലി രംഗത്തെത്തിയതും വാർത്തയായി. ഇപ്പോഴിതാ തന്റെ ജോലി പോയെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവരോട് വിശദീകരണവും എത്തിയിരിക്കുകയാണ് അഞ്ജലി. താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചിരുന്നുവെന്നും തന്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നും RJ അഞ്ജലി വിശദീകരണ വീഡിയോയിൽ പറയുന്നു. വർഷങ്ങളെടുത്തുണ്ടാക്കിയ പ്രശസ്തി മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതായി എന്ന കമന്റിന് ഫോളോവേഴ്സിന്റെ എണ്ണമല്ല, മനുഷ്യന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നതെന്നാണ് അഞ്ജലി മറുപടി നൽകിയത്. പോകാം എയറിലേക്ക് എന്ന കമന്റിന് കഴിഞ്ഞ 12 വർഷമായി ചേച്ചി എയറിലാണ്, ഇപ്പോഴും ഇന്നും എനിക്ക് മടുക്കും വരെയും എന്നായിരുന്നു മറുപടി. അഞ്ജലിയെക്കുറിച്ച് മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും അഞ്ജലി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിച്ച യൂട്യൂബേഴ്സിന് അഭിവാദ്യങ്ങൾ എന്നാണ് അഞ്ജലി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. മെഹന്തി ഇടുന്ന സ്ത്രീയെ വിളിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ച് അപമാനിച്ച അഞ്ജലിക്കും നിരഞ്ജനയ്ക്കുമെതിരെ നിരവധി പേർ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളെ ലൈക്കിനും കമന്റിനും വേണ്ടി അപമാനിക്കുന്നതിലെ ഔചിത്യമില്ലായ്മ ചൂണ്ടിക്കാണിച്ച് ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത്. അഞ്ജലിയെ വിമർശിച്ച് നടി ഗീതി സംഗീതയും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി. തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഫോണിൽ വിളിച്ച് അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് ഗീതി സംഗീത വ്യക്തമാക്കി. മാപ്പ് പറഞ്ഞ് അഞ്ജലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെയാണ് ഗീതി സംഗീത തന്റെ നിലപാട് വ്യക്തമാക്കിയത്.